ഹായ് നമസ്കാരം. പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്തു. കുതിരയുടെ ഉടമ ഷാനവാസിന്റെ പരാതിയിലാണ് കേസെടുത്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരെ തിരിച്ചറിഞ്ഞതായും ഇരവിപുരം പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അക്രമികളിൽ 3 പേരെ പോലീസ് തിരിച്ചറിഞ്ഞത്. ക്രിമിനൽ കേസുകളിലടക്കം ഉൾപ്പെട്ടവർ ചേർന്നാണ് കുതിരയെ ആക്രമിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും പ്രതികളെ ഉടൻ പിടികൂടാമെന്നും പോലീസ് പറഞ്ഞു. ഗർഭിണിയായ കുതിരയെ ഒരു സംഘം യുവാക്കൾ തെങ്ങിൽ കെട്ടിയിട്ട് വളഞ്ഞിട്ട് തല്ലുന്നതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെയാണ് നേരത്തെ പുറത്തു വന്നത്. കുതിരയുടെ ദേഹമാസകലം മുറിവേറ്റിരുന്നു. സംഭവത്തിൽ കുതിരയുടെ ഉടമ ഷാനവാസ് ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ആയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കെട്ടിയിരുന്ന കുതിരയാണ് കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് ഇരയായത്. വൈകുന്നേരം 6 മണിയോടെയാണ് കുതിര ആക്രമിക്കപ്പെട്ട കാര്യം ഷാനവാസ് അറിഞ്ഞത്. കാലുകളിലും കണ്ണിനും സമീപവും പരിക്കുണ്ട്. ദേഹമാകെ അടിയേറ്റ് നീരുണ്ട്. അമ്പലപ്പറമ്പിൽ മുന്നിൽ കൊണ്ടുപോയി കുതിരയെ കെട്ടിടുമ്പോൾ അവിടെയുള്ളവർക്ക് വലിയ കാര്യമാണെന്ന് ഷാനവാസ് പറയുന്നു. ആ ധൈര്യത്തിലാണ് അവിടെ കെട്ടുന്നത്. കുതിരയ്ക്ക് അവർ പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുക്കാറുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു. കുതിരയെ അടിക്കുന്ന ദൃശ്യം ആര് കണ്ടാലും സഹിക്കില്ല. ഒരു മിണ്ടാപ്രാണിയോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെന്നാണ് ഷാനവാസിന്റെ ചോദ്യം. എന്തിനാണ് ചെയ്തതെന്ന് അറിയില്ലെന്നും ഷാനവാസ് പറഞ്ഞു.